ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ചാപ്റ്ററാണ് ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണു, അല്ലെങ്കിൽ വേറെ രാജ്യത്തിലോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണു നമ്മുടെ പ്രൊഡക്റ്റൊക്കെ, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. അതിനാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലേ, വിദേശ ഇടപാടുകൾ. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഈ വിദേശ ഇടപാട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു മാറ്ററാണ്, അല്ലേ. പണ്ടൊക്കെ ഈ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു താൽക്കാലികമായിട്ട് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും മാനേജ് ചെയ്തുകൊണ്ടിരുന്നതും. അത് കഴിഞ്ഞപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഒരുവിധം പല പല രാജ്യക്കാർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, നമ്മളും വേറെ രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോറിൻ എക്സ്ചേഞ്ചുകളൊക്കെ കുറച്ചും കൂടി കൂടി വന്നു. അതനുസരിച്ചുള്ള പ്രതിസന്ധികളും കൂടി വന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ രാജ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഫെറ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഈ ആക്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതായത് ചില വിദേശ ഇടപാട് ചെയ്യാൻ നേരത്ത് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വയ്ക്കായിരുന്നു, പ്രോഹിബിഷൻസ് വയ്ക്കായിരുന്നു. അതുപോലെ തന്നെ ചില ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടാവണം, മസ്റ്റായിട്ട് അത് ഉണ്ടാവണം. അങ്ങനെയൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ പയ്യെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എക്കണോമിക് ലിബറലൈസേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതായത് എക്കണോമിയിൽ ഉദാരവൽക്കരണം കൊണ്ടുവന്നു. അതിനുശേഷം പല ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റഡ് ആയി തുടങ്ങി. അതുപോലെ തന്നെ ഈ പറഞ്ഞ കുറച്ച് റെസ്ട്രിക്ഷൻസും പ്രോഹിബിഷൻസും ഒക്കെ എടുത്തു മാറ്റി. ഓക്കെ, ഫെറ വെച്ച് നോക്കുമ്പോൾ ഫെമ കുറച്ചും കൂടി ലിബറലാണ്. ഫെറ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, പക്ഷേ ഫെമ വന്നതോടുകൂടി കുറേ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർക്ക് അതിൽ താല്പര്യം വന്നു തുടങ്ങി. അങ്ങനെയൊക്കെയായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റീവ് ആപ്ലിക്കബിലിറ്റി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചോടിച്ച് പോവാം. ഓക്കെ, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ബെനിഫിറ്റ്സ്, പിന്നെ ഈ ഫെമയും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് റീഡ് വൺസ് ആൻഡ് ലീവ്, ആ കാറ്റഗറി പെട്ടതാണ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, അതൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വായിച്ചോടിച്ച് പോവാം. പിന്നെ ചില ഡെഫിനിഷൻ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, അതൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ FDI, പിന്നെ FPI, അതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ PRI, PROI. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കൺഫ്യൂഷൻ വരുള്ളൂ. ഓക്കെ, ഫെമ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു രീതിയുണ്ട്, ഒരു പർട്ടിക്കുലർ ഒരു രീതിക്ക് പഠിച്ചാലാണ് നമുക്കിത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്, FCCB. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനി ഫോറിൻ കറൻസിയിൽ ഫോറിൻ ഇൻവെസ്റ്ററിന് ഈ പറഞ്ഞ ബോണ്ട് ഇഷ്യൂ ചെയ്യും. ഓക്കെ, എന്നിട്ടൊരു സെർട്ടൻ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ച് ഈ ഫോറിൻ കറൻസിയിൽ തന്നെ ഈ മുതലും പലിശയും ഇവർക്ക് കിട്ടും. പിന്നെ ഈ ബോണ്ടിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിന്, ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ആ ബോണ്ട് ഇക്വിറ്റി ഷെയർസിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർ ബോണ്ട് കൊടുത്തിട്ട് ആ ഫോറിൻ കറൻസിയിൽ അവർക്ക് തിരിച്ച് ആ പൈസ കിട്ടും. ഓക്കെ, ഇതിനാണ് FCCB എന്ന് പറയുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ, FII. ഇതൊരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് ഇന്ത്യയുടെ പുറത്താണ് ഇവർ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അത് ഇന്ത്യയിൽ വന്നിട്ട് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഷെയർസിലായിരിക്കാം, ബോണ്ട്സിലായിരിക്കാം, ഡിബഞ്ചേഴ്സിലൊക്കെ ആയിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കുറച്ച് നാളത്തേക്ക് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അത് ഈ ഫെമയും സെബിയുടെ ആക്ടിൻ്റെ കീഴിലാണ് ഇതിനെ റെഗുലേഷൻ ചെയ്യുന്നത്. ഇനി അടുത്തത് ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റർ. ഇതൊരു ഫോറിൻ ഇൻവെസ്റ്ററാണ്. ഇവർ ഈ സെബിയിൽ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഇന്ത്യയിൽ തുടങ്ങാൻ പോകുന്ന പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ടാവുമല്ലോ, അവിടെ കൊണ്ടുപോയി ഇത് ഇവർ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ റീപാട്രബിൾ ബേസിസ്. ഇവിടെ ഒരു ഫോറിൻ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ഉണ്ടാവുമല്ലോ, അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട് അവർ തിരിച്ച് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോകും ഇന്ത്യയിൽ നിന്ന്. അടുത്ത പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഒഴിച്ച് ബാക്കിയുള്ള ഫോറിൻ സിറ്റിസൺ ഉണ്ടാവുമല്ലോ, അവർ ഒന്നല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വംശപരമ്പര അവർക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ അവർ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുക, ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയും. ഇപ്പോൾ നിലവിൽ അവരുടെ കയ്യിൽ ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ഉണ്ടാവുമല്ലോ, ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ, അപ്പോൾ ഇന്ത്യൻ സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ PIO എന്ന് വിളിക്കും. ഇനി അടുത്തത് പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ.
ഈ രണ്ട് കാര്യത്തെപ്പറ്റി നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ PRI PROI അത് പഠിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഫെമ പ്രകാരം എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻസിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ നമ്മൾ എത്ര നാൾ താമസിച്ചു. സെക്കൻഡ് കണ്ടീഷന് ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ താമസിച്ചത്, അതിൻ്റെ പർപ്പസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാലാണ് നമുക്ക് PRI ആണോ അല്ലെങ്കിൽ PROI ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ സിറ്റുവേഷൻ നോക്കാം. പേഴ്സൺ കമ്മിങ് ടു ഇന്ത്യയിലോട്ട് ഒരാൾ വരുവാണെങ്കിൽ അത് PRI ആണോ PROI ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് PRIയുടെ കേസ് നോക്കാം. അപ്പോൾ PRIയുടെ കേസാണെങ്കിൽ പോലും രണ്ട് കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ താമസിച്ച ദിവസം എന്ന് പറയുന്നത് 182 ഡേയ്സോ മോർ ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ഈ 3 കാര്യത്തിന് ആയിരിക്കണം ഇന്ത്യയിൽ വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ 3 പർപ്പസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരെണ്ണം ജോലി സംബന്ധിച്ചായിട്ടുള്ള കാര്യത്തിന്, സെക്കൻഡ് വൺ ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെങ്കിൽ വൊക്കേഷൻ അത് ബന്ധപ്പെട്ട കാര്യത്തിന്, മൂന്നാമത്തത് അനിശ്ചിത സമയത്തേക്ക് ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇന്ത്യയിലോട്ട് വന്ന് താമസിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് എന്താ ഈ പറഞ്ഞ PRI ആവാൻ പറ്റുള്ളൂ. ഇനി അടുത്ത PROI നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ സെയിം ആണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇന്ത്യയിൽ വന്ന് നിന്ന ദിവസം എന്ന് പറയുന്നത് 182 ഡേയ്സ് ഓർ മോർ ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷനാണ് കുറച്ച് ഡിഫറെൻറ്റ്. അതായത് ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന പർപ്പസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിലോട്ട് വന്നതെങ്കിൽ, അതായത് ഈ വർഷം വന്നതെങ്കിൽ അതിനെ PROI ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഞാൻ അടുത്ത സിറ്റുവേഷൻ, സെക്കൻഡ് സിറ്റുവേഷൻ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ പറയാൻ പോണേ PROIയുടെ കണ്ടീഷൻസാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ സെയിം ആണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ നിന്ന ദിവസം 182 ഡേയ്സ് ഓർ മോർ ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ ഇതുപോലെ തന്നെ, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകേണ്ടത്. ഒരെണ്ണം എംപ്ലോയ്മെൻറ്റ്, ജോലി സംബന്ധിച്ചായിട്ടുള്ള കാര്യത്തിന്, അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന്, അനിശ്ചിത കാലത്തേക്ക് എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. അതാണ് ഈ പർപ്പസ്. ഓക്കെ, അപ്പോൾ ഈ 3 പർപ്പസ് വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം തന്നെ അത് സംഭവിക്കുകയാണെങ്കിൽ അതിനെ PROI എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത PRIയുടെ കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ സെയിം ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇന്ത്യയിൽ നിന്ന ദിവസം 182 ഡേയ്സ് ഓർ മോർ ആണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പർപ്പസ് അല്ലാതെ വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യ വിട്ടു പോവാണ്, ഇന്ത്യയിൽ നിന്ന് നമ്മൾ വേറെ രാജ്യത്തോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ PRI എന്ന് വിളിക്കാം ആ പേഴ്സണെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡിവിജ്വൽസിൻ്റെ കേസാണ്. ഓക്കെ, പേഴ്സൺ കമ്മിങ് ടു ഇന്ത്യ, പേഴ്സൺ ഗോയിങ് ഔട്ട്സൈഡ് ഫ്രം ഇന്ത്യ, ഇത് ഇൻഡിവിജ്വൽസിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്തത്. അടുത്തത് കമ്പനീസിൻ്റെ കേസ് നോക്കാം. ഒരു കമ്പനി PRI ആണോ അല്ലെങ്കിൽ PROI ആണോ എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഇനി ഒരു കമ്പനി PROI ആണോ എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുറത്തായിരിക്കണം ആ കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തുള്ള ഓഫീസോ ബ്രാഞ്ചസ് ഉണ്ടാവുമല്ലോ, അത് PROI ആയിരിക്കണം അതിനെ നിയന്ത്രിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനീനെ എന്ത് പറയും? PROI എന്ന് പറയും. ഇനി അടുത്ത PRI കേസ് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി ഇന്ത്യയിലായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഏതെങ്കിലും ഓഫീസോ ബ്രാഞ്ചോ ഇന്ത്യയിലുണ്ട്, പക്ഷേ അത് നിയന്ത്രിക്കുന്നത് PROI ആണെങ്കിൽ ആ സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കമ്പനിയുടെ ഓഫീസ് ബ്രാഞ്ച് പുറത്താണ്, പക്ഷേ അത് നിയന്ത്രിക്കുന്നത് PRI ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിനെ നമുക്ക് PRI എന്ന് പറയും. ഇനി അടുത്ത കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് കറണ്ട് അക്കൗണ്ട് എന്താണെന്ന് നോക്കണം അല്ലേ. എന്താണ് കറണ്ട് അക്കൗണ്ട്? കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഗുഡ്സും സർവീസും നമ്മൾ എക്സ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണോ, അത് ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നമ്മൾ ഈ അക്കൗണ്ടിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ട്, അതിനെ തൊടാത്ത രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതിനെ ബാധിക്കാത്ത രീതിയിലുള്ള എല്ലാ ദിവസത്തെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ഈ കറണ്ട് അക്കൗണ്ടിലാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളൂ. ഓക്കെ, ചില ട്രാൻസാക്ഷൻസൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, ചിലതൊക്കെ പ്രോഹിബിറ്റഡ് ആണ്. പിന്നെ ചിലതൊക്കെ ഈ RBIൻ്റെ അപ്രൂവൽ വേണം, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. എന്നാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലിബറലാണ് കറണ്ട് അക്കൗണ്ട്. പിന്നെ ഈ കറണ്ട് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ആ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വരവ് അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് വഴി ഈ ക്യാഷ് ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ വരവ് ചിലവ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നോൺ ക്യാപിറ്റൽ ഐറ്റത്തിൻ്റെ വരവ് ചിലവൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് 3 ഷെഡ്യൂളുണ്ട്: ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3. അപ്പോൾ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില്ലേ, അതിൻ്റെ ഒരു സിമിലർ നേച്ചറാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ വരവും ചിലവും അറിയാൻ പറ്റും ഈ കറണ്ട് അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 1ൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോഹിബിറ്റഡ് ട്രാൻസാക്ഷനാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ലോട്ടറി വിന്നിങ്സ്, പിന്നെ റേസിംഗ്, റൈഡിങ്, പിന്നെ ലോട്ടറി ടിക്കറ്റ്സ്, മാഗസിൻ, ഫുട്ബോൾ പൂൾസ്, പിന്നെ കമ്മീഷൻ ഓൺ എക്സ്പോർട്സ് മെയ്ഡ് ടുവേർഡ്സ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, റുപ്പീസ് സ്റ്റേറ്റ് ക്രെഡിറ്റ് റൂട്ട്, ഡിവിഡൻഡ് ബൈ എനി കമ്പനി, കോൾ ബാക്ക് സർവീസസ് ഓഫ് ടെലിഫോൺ, പിന്നെ NR സ്പെഷ്യൽ റുപ്പീസ് സ്കീം. അതായത് പുറത്തുനിന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഇൻകം കിട്ടുകയെന്ന് വെച്ചാൽ ഫോറിൻ കറൻസിയിൽ നമുക്കൊരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിലോട്ട് നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രോഹിബിറ്റഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അത് ഷെഡ്യൂൾ 1ൻ്റെ അകത്താണ് പറയുന്നത്. അടുത്ത ഷെഡ്യൂൾ 2. ഈ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. ഗവൺമെൻറ് സമ്മതിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ത്യയിലോട്ട് അത് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഈ പർപ്പസ് ആണെങ്കിൽ അവർ അപ്രൂവ് ചെയ്യും. നമുക്ക് പുറത്തുനിന്ന് ഫോറിൻ കറൻസിയിൽ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലോട്ട് റെമിറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ വേണം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ കൾച്ചറൽ ടൂർസ്. അതൊന്ന് കിട്ടുന്ന വരുമാനം ഈ HR ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ കൾച്ചർ അതായത് ഈ ഗവൺമെൻറ് അംഗീകരിച്ചാലാണ് നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഫോറിൻ പ്രിൻറ്റ് മീഡിയ എബോവ് USD 10,000, അത് ഫിനാൻസ് എക്കണോമിക് അഫയേഴ്സ് ഈ പറഞ്ഞ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമാണ് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്ന് ഫ്ലൈറ്റ് ഓഫ് വെസൽ ചാർട്ടേഡ്, പിന്നെ ഇമ്പോർട്ട് പേയ്മെൻറ്റ് ബൈ PSU ത്രൂ ഓഷ്യൻ ഓൺ CIF ബേസിസ്, അത് സർഫേസ് ട്രാൻസ്പോർട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകാർ അപ്രൂവ് ചെയ്യണം. പിന്നെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ്, ഹയറിംഗ് ചാർജസ് ഓഫ് TV ചാനൽസ് ഇൻ്റർനെറ്റ് സർവീസ്, അത് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ IT ഡിപ്പാർട്ട്മെൻറ്റുകാർ അപ്രൂവ് ചെയ്യണം. അടുത്തത് കണ്ടെയ്നർ ഡിറ്റക്ഷൻ ചാർജസ്, അത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവർ അപ്രൂവ് ചെയ്യണം. പിന്നെ മെമ്പർഷിപ്പ് ഓഫ് P&A ക്ലബ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് ആ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകാർ അപ്രൂവ് ചെയ്താലാണ് നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പ്രൈസ് മണി ഓർ സ്പോൺസർഷിപ്പ് ഓഫ് സ്പോർട്സ് ആക്ടിവിറ്റി എബ്രോഡ് ഗ്രേറ്റർ ദാൻ USD 1 lakh, അത് HR ഡെവലപ്മെൻറ്റ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകാർ അപ്രൂവ് ചെയ്താലാണ് നമുക്ക് ഇന്ത്യയിലോട്ട് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അണ്ടർ ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 3. ഈ ഷെഡ്യൂൾ 3ൻ്റെ അകത്ത് RBIയുടെ അപ്രൂവൽ വേണം. ഓക്കെ, ഇത് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇൻഡിവിജ്വൽസിന് വേറൊരു സെപ്പറേറ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്, നോൺ ഇൻഡിവിജ്വൽസിന് ഇതുപോലെ തന്നെ വേറെ സെപ്പറേറ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ കേസ് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഒരു ഇൻഡിവിജ്വലിന് വരുമാനം കിട്ടി പുറത്ത് ഫോറിൻ കറൻസിയിൽ, അത് ഇന്ത്യയിലോട്ട് ഈ പറഞ്ഞ പർപ്പസിന് റെമിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് USD 2,50,000 അതിന് തുല്യമോ അതോ അതിൽ താഴെയാണെങ്കിൽ RBIയുടെ അപ്രൂവൽ വേണ്ട. അതേസമയം 2,50,000 USDക്ക് മേളിൽ റെമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എക്സസ് ആയിട്ടുള്ള റെമിറ്റൻസ് ഉണ്ടല്ലോ അതിന് RBIയുടെ അപ്രൂവൽ വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ലിസ്റ്റിൽ നിന്ന്. പ്രൈവറ്റ് വിസിറ്റ് ടു എനി കൺട്രി, ഗിഫ്റ്റ് ഓർ ഡൊണേഷൻ, ഗോയിങ് എബ്രോഡ് ഫോർ എംപ്ലോയ്മെൻറ്റ്, ഇമിഗ്രേഷൻ, മെയിൻ്റനൻസ് ഓഫ് ക്ലോസ് റിലേറ്റീവ്സ് എബ്രോഡ്, expense related with medical treatment abroad, studies abroad, travel for business or training or meeting expenses, medical checkup or treatment. ഓക്കെ, ഇതൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാൾ ഇന്ത്യയിലോട്ട് പൈസ റെമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 2,50,000 താഴെയാണെങ്കിൽ RBIയുടെ അപ്രൂവൽ വേണ്ട, 2,50,000 മേളിലാണെങ്കിൽ ആ RBIയുടെ അപ്രൂവൽ വേണം. ഓക്കെ, ഇത് ഇൻഡിവിജ്വൽസിൻ്റെ കേസാണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് നോൺ ഇൻഡിവിജ്വൽസ്, അതായത് കമ്പനീസ്, ബോഡി കോർപ്പറേറ്റ്സ് ഒക്കെ.
ഓക്കെ, നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റംസാണ് ഡൊണേഷൻസ് ഫോർ ചെയേഴ്സ്, പിന്നെ കോൺട്രിബ്യൂഷൻ, പിന്നെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു ഫോറിൻ കമ്പനി ഈ പറയുന്ന കാര്യത്തിന് ഇന്ത്യയിൽ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഏത് എമൗണ്ടാണോ ഏറ്റവും ചെറിയത് അത് അവിടെ വരെ മാത്രമാണ് നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ എമൗണ്ട് വരെയാണ് നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ റെമിറ്റ് ചെയ്യണമെങ്കിൽ RBIയുടെ പെർമിഷൻ വേണം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എല്ലാ കേസും. ഇപ്പോൾ കമ്മീഷൻ ഓൺ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ്, ഇവിടെ 2 എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ 2 എമൗണ്ടിൽ ഏറ്റവും വലിയ എമൗണ്ട് ഏതാണോ ആ എമൗണ്ട് വരെയാണ് നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ റെമിറ്റ് ചെയ്യണമെങ്കിൽ RBIയുടെ പെർമിഷൻ വേണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ്, ഇവിടെ ഓരോ പ്രൊജക്റ്റും $1 lakh കൂടിക്കഴിഞ്ഞാൽ RBIയുടെ പെർമിഷൻ വേണം. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കൺസൾട്ടൻസി സർവീസസ് ആണെങ്കിൽ $10 lakh പെർ പ്രോജക്റ്റ്, അതിൽ കൂടിക്കഴിഞ്ഞാൽ RBIയുടെ പെർമിഷൻ വേണം. പിന്നെ പ്രീ ഇൻകോർപ്പറേഷൻ എക്സ്പെൻസസ്, ഇവിടെ 2 എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ 2 എമൗണ്ടിൽ ഏതാണോ വലിയ എമൗണ്ട് ആ വലിയ എമൗണ്ട് വരെയാണ് നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ റെമിറ്റ് ചെയ്യണമെങ്കിൽ RBIയുടെ അപ്രൂവലോ പെർമിഷനോ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ 3 ഫോർ നോൺ ഇൻഡിവിജ്വൽ കേസസ്. ഞാൻ അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അസറ്റ് ഉണ്ടാവും, ലയബിലിറ്റീസ് ഉണ്ടാവും. അത് വെച്ചുള്ള ആ കച്ചവടം എല്ലാം നമ്മൾ ഈ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ ബാലൻസ് ഷീറ്റ്, അസറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡ്. അതിൻ്റെയൊക്കെ ഒരു സിമിലർ നേച്ചറാണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിന്. അതായത് ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ അല്ലേ, അതൊക്കെ നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അസറ്റ് ലയബിലിറ്റീസിൽ വരുന്ന ഓണർഷിപ്പ്, അതിലെന്തെങ്കിലും വലിയ വലിയ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്താണ് അത് റെക്കോർഡ് ചെയ്യണത്, ഈ അക്കൗണ്ടിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടാവും. അതിനെ നന്നായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് വന്നാലും നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ അതിൽ വരുന്ന ട്രാൻസാക്ഷനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 3 ടൈപ്പിലുള്ള ട്രാൻസാക്ഷൻസാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് വൺ പെർമിസിബിൾ ട്രാൻസാക്ഷൻ. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഷെഡ്യൂൾ 1 PRIയുടെ കാറ്റഗറി, ഷെഡ്യൂൾ 2 PROIയുടെ കാറ്റഗറി. സെക്കൻഡ് ട്രാൻസാക്ഷനാണ് ഒരു റെസ്ട്രിക്ഷനോ പ്രോഹിബിഷനോ ഇല്ലാത്ത ട്രാൻസാക്ഷൻസ്. ഓക്കെ, തേർഡ് ട്രാൻസാക്ഷനാണ് പ്രോഹിബിറ്റഡ് ട്രാൻസാക്ഷൻസ്. ഞാൻ ഓരോ ട്രാൻസാക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ പെർമിസിബിൾ ട്രാൻസാക്ഷൻസ്, ഷെഡ്യൂൾ 1. ഈ പെർമിസിബിൾ ട്രാൻസാക്ഷൻ ഷെഡ്യൂൾ 1ൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പോൾ ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇപ്പോൾ ഓക്കെ 10 ലിസ്റ്റ് ഉണ്ട്. അതിപ്പോൾ PRI ആണ് ചെയ്യണമെങ്കിൽ അത് പെർമിറ്റഡ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ RBIയോ അത് പെർമിഷൻ കൊടുത്തേക്കണതാണ്. അങ്ങനത്തെ ടൈപ്പ് ട്രാൻസാക്ഷൻ PRI ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫോറിൻ സെക്യൂരിറ്റീസ്, ഫോറിൻ കറൻസി ലോൺസ്, ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഗ്യാരണ്ടീസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഹോൾഡിംഗ് ഓഫ് കറൻസീസ് ആൻഡ് നോട്ട്സ്, ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്സ്, ബോറോയിങ്സ്, പിന്നെ മെയിൻ്റനൻസ് ഓഫ് ഫോറിൻ കറൻസി അക്കൗണ്ട്സ്, പിന്നെ ഇൻഷുറൻസ് പോളിസി, ക്യാപിറ്റൽ അസറ്റ്സ്, സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഫോറക്സ് ഡെറിവേറ്റീവ്സ്, കമ്മ്യൂണിറ്റി ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഒരു PRI ആണ് ചെയ്തെങ്കിൽ അത് പെർമിസിബിളാണ്. ഞാൻ ഷെഡ്യൂൾ 2 ഈ പറയാൻ പോണ ട്രാൻസാക്ഷൻസ് ഒരു PROI ആണ് ചെയ്യണമെങ്കിൽ അത് പെർമിസിബിളാണ്. പെർമിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ RBI ഒക്കെ പെർമിറ്റ് ചെയ്തേക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി ബൈ എൻ എൻറ്റൈറ്റി ഇൻ ഇന്ത്യ, പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പിന്നെ അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പിന്നെ ഡെപ്പോസിറ്റ്സ്, ഗ്യാരണ്ടി, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് കറൻസീസ് ആൻഡ് നോട്ട്സ്, ഫോറിൻ കറൻസി അക്കൗണ്ട്സ്, ക്യാപിറ്റൽ അസറ്റ്സ്, ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ്. സെക്കൻഡ് ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആണ് ഒരു റെസ്ട്രിക്ഷനോ പ്രൊഹിബിഷനോ ഇല്ലാത്ത ട്രാൻസാക്ഷൻസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് 3 എണ്ണേ ഉള്ളൂ. അമോർട്ടൈസേഷൻ ഓഫ് ലോൺ, റീപേയ്മെൻറ്റ്സ് ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ്, ഡിപ്രിസിയേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഈ പറയണ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഹിബിഷനോ ഒരു റെസ്ട്രിക്ഷനോ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ട്രാൻസാക്ഷനാണ് പ്രോഹിബിറ്റഡ് ട്രാൻസാക്ഷൻ. ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, ചിറ്റ് ഫണ്ട്, നിധി കമ്പനി, അഗ്രികൾച്ചർ ഓർ പ്ലാന്റേഷൻ ആക്ടിവിറ്റീസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫാം ഹൗസ്, ട്രേഡിംഗ് ഓൺ TDR. ഓക്കെ, ഇനി അടുത്ത പൊസഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അതായത് ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ് ഈ ഫോറിൻ കറൻസി നോട്ട്സ് ആണെങ്കിലും കോയിൻസ് ആണെങ്കിലും സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ RBI അംഗീകരിച്ച കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു ലിമിറ്റ് വന്നിട്ടുണ്ടാവും. ആ ലിമിറ്റ് വരെയാണ് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ഫോറിൻ കോയിൻ്റെ കേസാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു ലിമിറ്റില്ലാതെ സൂക്ഷിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഫോറിൻ കറൻസി നോട്ട്സ് ഇപ്പോൾ PRI ആണെങ്കിൽ അവർക്ക് USD 2000
നോട്ട്സ് വരെ കയ്യിൽ വയ്ക്കാം. ഓക്കെ, അതിൽ കൂടുതൽ വയ്ക്കാൻ പറ്റില്ല.